പടം ഒരു സ്ലോ മൂഡിലാണ് തുടക്കം മുതലേ പോകുന്നത്. പണി അറിയാവുന്നവൻ്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ സാധനം എന്നോന്ന് പറയണത് വെറുതെ അല്ല. ബ്രഹ്മയുഗം ആ ഒരു ലെവലിൽ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ DS-റെ ബ്രഹ്മയുഗത്തിന് താഴെയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഹലോ ഗൈസ്, വെൽക്കം ടു വെള്ളക്ക മീഡിയ. വെള്ളക്ക മീഡിയ എന്ന നമ്മുടെ സ്വന്തം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. DS-ഇറെ പ്രണവ് മോഹൻലാൽ നായകനായ രാഹുൽ സദാശിവൻ ചിത്രം അങ്ങനെ ഇന്ന് റിലീസായിരിക്കുകയാണ്. ഞാൻ ഇന്നലെ അതിൻ്റെ പ്രീമിയർ ഷോ ആണ് കണ്ടത്. എന്തായാലും ഞാൻ പോയ തിയേറ്ററിൽ എന്തായാലും അത്യാവശ്യം സിനിമയുടേതായിട്ടുള്ളൊരു രീതിയിൽ ആസ്വദിക്കുന്ന പ്രേക്ഷകരായിരുന്നു നമുക്കുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ വലിയൊരു അനോയിങ് ഒന്നും അങ്ങനത്തെ ഉള്ളൊരു ശല്യങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു ചിത്രം അതിൻ്റേതായിട്ടുള്ള ഒരു രീതിയിൽ എനിക്ക് ആസ്വദിക്കാൻ പറ്റി. ചിത്രത്തെക്കുറിച്ച് പറയാനാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ റൈറ്റർ തന്നെയാണ് ഇതിൻ്റെ ഡയറക്ടറും രാഹുൽ സദാശിവൻ തന്നെയാണ് ഇത് എഴുതിയിരിക്കുന്നത്. രാഹുൽ സദാശിവൻ്റെ നമ്മൾ മുന്നത്തെ ചിത്രങ്ങളെ കണ്ടിട്ടുണ്ടാവും. ഭൂതകാലം, ബ്രഹ്മയുഗം, റെഡ് റെയിൻ. എന്തായാലും അദ്ദേഹത്തിൻ്റെ ആ ഒരു മേക്കിംഗ് ക്വാളിറ്റി, ആ ഒരു സ്റ്റാൻഡേർഡ് അത് തന്നെ ഈ ചിത്രത്തിലും നിലനിർത്തിയിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രീവിയസ് മൂവീസ് ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് ധൈര്യമായിട്ട് തന്നെ ടിക്കറ്റ് എടുത്ത് പോയി കാണാം. എന്തായാലും നിരാശരാക്കില്ല. ആ ഒരു ഗ്യാരണ്ടി ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് തരാം. വളരെ ഒരു അന്യായ തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു ചിത്രം സമ്മാനിച്ചത്. ഇതിൻ്റെ ശരിക്കും പറഞ്ഞാൽ ഈ ചിത്രത്തെ ഏറ്റവും കൂടുതൽ അതിൻ്റേതായിട്ടുള്ളൊരു അപ്ലിഫ്റ്റ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ നട്ടെല്ല് എന്ന് വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ മ്യൂസിക് ഡയറക്ടറായ ക്രിസ്റ്റോ സേവിയർ, അദ്ദേഹത്തിന് നല്ലൊരു കയ്യടി, നല്ലൊരു പ്രശംസ അദ്ദേഹത്തിന് നമ്മൾക്ക് നൽകേണ്ടതാണ്. കാരണം എന്ന് വെച്ചാൽ ഈ പടത്തിൻ്റെ അതിൻ്റേതായിട്ടുള്ളൊരു ആ ഒരു രീതിയിൽ അത്യാവശ്യം ഒരു ഇൻ്റർനാഷണൽ സ്റ്റഫായിട്ടുള്ളൊരു BGM മ്യൂസിക് കമ്പോസിഷനാണ് നമ്മുടെ ക്രിസ്റ്റോ സേവിയർ ഈ പടത്തിൽ ചെയ്തു വെച്ചിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ മ്യൂസിക് കൊണ്ട് തന്നെ ഈ പടം അത്യാവശ്യം ഒരു നല്ലൊരു പടത്തെ വേറൊരു രീതിയിലോട്ട് ഉയർത്താനായിട്ട് കൂടുതൽ മ്യൂസിക്കിനെ കൊണ്ട് സാധിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ എഡിറ്റിംഗ് നമ്മുടെ ഷഫീഖ് മുഹമ്മദ് അലിയാണ്. പിന്നെ അതേപോലെ തന്നെ DOP ചെയ്തിരിക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ മുൻ ചിത്രങ്ങളിൽ ചെയ്തിരിക്കുന്ന ബ്രഹ്മയുഗം പോലുള്ള ചിത്രങ്ങൾ ചെയ്തിരിക്കുന്ന അദ്ദേഹം തന്നെയാണ് ഈ പടത്തിൻ്റെ DOPയും ചെയ്തിരിക്കുന്നത്. സോ എന്നെ സംബന്ധിച്ച് ഈ പടത്തിൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പടം ഒരു സ്ലോ മൂഡിലാണ് തുടക്കം മുതലേ പോകുന്നത്. പക്ഷേ ആ ഒരു സ്ലോനെസ് ഒരിക്കലും വളരെ നമുക്കൊരു നിരാശ നൽകുന്നില്ല. പക്ഷേ സെക്കൻഡ് ഹാഫിൽ ആ ഒരു സ്ലോനെസ് എന്തുകൊണ്ടാണ് എന്ന് ഉള്ളത് നമുക്ക് എന്തായാലും സെക്കൻഡ് ഹാഫിൽ അത് മനസ്സിലാവുന്നതാണ്. കാരണം ഒരു കുറച്ചും കൂടിയും ആ ഒരു എൻഗേജിങ് നമുക്ക് സെക്കൻഡ് ഹാഫിൽ തോന്നുന്നതാണ്. പിന്നെ എന്തുകൊണ്ടും ആ ഒരു സ്ലോനെസ് പടത്തെ കാര്യമായി അങ്ങനെ ഒരു രീതിയിൽ ബാധിക്കുന്നില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പടത്തിൽ പ്രണവ് മോഹൻലാൽ തൻ്റെ ഒരു കരിയർ ബെസ്റ്റ് പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചിരിക്കുന്നത്. അതാണ് പറഞ്ഞത്, പണി അറിയാവുന്നവൻ്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ സാധനം എന്നോന്ന് പറയണത് വെറുതെ അല്ല. എന്തായാലും പ്രണവ് മോഹൻലാലിൻ്റെ ഒരു പീക്ക് ലെവൽ പെർഫോമൻസ് തന്നെയാണ് നമ്മുടെ ഈ DS-ഇറെ എന്ന രാഹുൽ സദാശിവൻ ചിത്രത്തിൽ കാഴ്ചവെച്ചിരിക്കുന്നത്. പുള്ളിക്കാരൻ മുമ്പ് ചെയ്തിരിക്കുന്ന ചിത്രങ്ങളിൽ വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം നല്ലൊരു അന്യായ പെർഫോമൻസ് ആണ് ഇതിൽ കാഴ്ചവെച്ചിരിക്കുന്നത്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതും ഇതിലെ ആ ഒരു കഥാപാത്രമാണ്. പിന്നെ അതേപോലെ തന്നെ ജിബിൻ ഗോപിനാഥ് എനിക്ക് തോന്നുന്നു പ്രണവ് മോഹൻലാൽ കഴിഞ്ഞ് കുറച്ചും കൂടിയും ഒരു സ്ക്രീൻ സ്പേസ് ഉള്ളത് പുള്ളിക്കാരനാണ്, പുള്ളിയുടെ ആ ഒരു കഥാപാത്രത്തിനാണ്. എന്തായാലും അദ്ദേഹം ആ ഒരു കഥാപാത്രം അതിൻ്റെ ഉള്ളൊരു നോട്ടത്തിലായാലും ഭാവം കൊണ്ടായാലും പുള്ളി ആ ഒരു കഥാപാത്രം ആ ഒരു കാലിബറിൽ തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. പുള്ളിയുടെ ഓരോ ആ ഒരു കഥാപാത്രത്തെ അതിൻ്റെ ആ ഒരു ഫീല് നമുക്ക് കൊണ്ടുവരാനായിട്ട് ജിബിൻ ഗോപിനാഥിന് സാധിച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ എടുത്തു പറയേണ്ടത് പറഞ്ഞാൽ ഇതിൽ വീട്ടുജോലിക്കാരിയായി ചെയ്ത ജയക്കുറുപ്പാണെന്ന് തോന്നുന്നു ആ സ്ത്രീയുടെ പേര്. എന്തായാലും അന്യായ പെർഫോമൻസാണ് ആ സ്ത്രീ കാഴ്ചവെച്ചത്. എന്തായാലും ചിത്രം കാണുന്ന ഏതൊരാൾക്കും ഒരെണ്ണം പൊട്ടിക്കണം എന്ന് തോന്നുന്ന ഒരു ലെവൽ പെർഫോമൻസാണ് പുള്ളിക്കാരത്തി അതിൽ കാഴ്ചവെച്ചിരിക്കുന്നത്. എന്തായാലും വളരെ മനോഹരമായി ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ എടുത്തു പറയേണ്ടതെന്ന് പറഞ്ഞാൽ ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റാണ്. സെക്കൻഡ് ഹാഫിൽ ചില സീനുകളിൽ ചെയ്തു വെച്ചിരിക്കുന്ന ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു
സംഭവങ്ങൾ അടിപൊളിയാണ്. അതെന്തായാലും നമ്മൾ എടുത്തു പറയേണ്ടതാണ്. ചില ആ ഒരു സീന് നമ്മൾ പെട്ടെന്ന് കാണുമ്പോൾ പറഞ്ഞാൽ കിളി പറഞ്ഞു പോകും. ആ ഒരു ലെവല് പക്ക ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു ടൈപ്പ് എന്തായാലും ചെയ്തു വെച്ചിട്ടുണ്ട്. എന്തായാലും ചിത്രം എന്നെ സംബന്ധിച്ച് എനിക്ക് വളരെ ഒരു നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് സമ്മാനിച്ചത്. എനിക്കെന്തായാലും പടം ഇഷ്ടപ്പെട്ടു. പക്ഷേ നമ്മൾ രാഹുൽ സദാശിവൻ്റെ മറ്റു ചിത്രങ്ങളെ അപേക്ഷിച്ച് ഭൂതകാലം കഴിഞ്ഞു DS ഇറെ പിന്നെ ബ്രഹ്മയുഗം എന്ന് വേണമെങ്കിൽ പറയാം. ബ്രഹ്മയുഗം ആ ഒരു ലെവലിൽ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ DS ഇറെ ബ്രഹ്മയുഗത്തിന് താഴെയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ പടം മോശം എന്നല്ല, പടം അത്യാവശ്യം നല്ല രീതിയിൽ അടിപൊളിയായിട്ട് തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഒരു ഹൊറർ സ്റ്റോറി. പക്ഷേ സെക്കൻഡ് ഹാഫ് എനിക്ക് തോന്നുന്നത് സെക്കൻഡ് ഹാഫിൽ കുറച്ചും കൂടിയും നന്നാക്കാം ആയിരുന്നു എന്നുള്ളൊരു രീതി എനിക്ക് തോന്നി. കുറച്ചും കൂടി ഒരു ഫസ്റ്റ് ഹാഫിനെ വിട്ട് സെക്കൻഡ് ഹാഫാണ് കുറച്ചും കൂടി എൻഗേജിങ്, അത് വേറെ കാര്യം. പക്ഷേ സെക്കൻഡ് ഹാഫിൽ ചില ഒരു പോർഷൻസിൽ കുറച്ചും കൂടി ഒരു ലെവലിലോട്ട് ഒരു ചെറിയൊരു ഇത് മാറ്റം വരുത്താമായിരുന്നു എന്നുള്ളൊരു പേഴ്സണൽ എനിക്ക് കണ്ടിട്ട് എൻ്റെ ഒരു അഭിപ്രായം ആണ് ഞാൻ പറഞ്ഞത്. എനിക്കങ്ങനെ തോന്നി. അതിങ്ങനെ ഒരു ചേഞ്ച് ഉണ്ടായിരുന്നുവെങ്കിൽ കുറച്ചും കൂടിയും അടിപൊളിയായാനെ എന്ന് എനിക്ക് പടം കണ്ടപ്പോൾ ഒരു ഫീൽ തോന്നി. പിന്നെ അതുപോലെ തന്നെ ചില സീനുകളൊക്കെ ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക, ജംപ് സ്കെയർ ആയിട്ടുള്ള കുറച്ച് സീനുകളൊക്കെ ഉണ്ട്. എന്നെ സംബന്ധിച്ച് എത്രത്തോളം 1-2 സീനുകൾ ശരിക്കും പറഞ്ഞാൽ വളരെ ആ ഒരു ഹൊറർ രീതിയിൽ എനിക്ക് തോന്നുന്നു. ആ മ്യൂസിക്കാണ്, ക്രിസ്റ്റോ സേവിയറിലെ ആ ഒരു മ്യൂസിക്കാണ് പടത്തിനെ അപ്ലിഫ്റ്റ് ചെയ്തിരിക്കുന്നത്. ആ ക്രിസ്റ്റോ സേവിയർ ഇല്ലെങ്കിൽ ഈ പടം എപ്പോൾ പൊട്ടിന്ന് വെച്ചാൽ മതി, ആ ഒരു രീതിയിലാണ്. കാരണം ഇതിൻ്റെ ഈ പടത്തിൻ്റെ നട്ടെല്ല് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മ്യൂസിക്കാണ്. ക്രിസ്റ്റോ സേവിയർ ചെയ്തു വെച്ചിരിക്കുന്ന ആ ഒരു വർക്ക്, അന്യായ വർക്ക് മച്ചാനെ, അടിപൊളി. ബി ജി എം ഒക്കെ പൊളി സാധനം, ഇൻ്റർനാഷണൽ സ്റ്റഫ് എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ ഒരു ഇൻ്റർനാഷണൽ ക്വാളിറ്റി ആയിട്ടുള്ള രീതിയിലാണ് പടം ആ ഒരു മേക്കിംഗ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ടെക്സ്റ്റ് ഫണ്ടായാലും എല്ലാം ഒരു ഇൻ്റർനാഷണൽ ക്വാളിറ്റിയിലാണ് പടം ചെയ്തു വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ ആ ഒരു നമ്മുടെ പ്രണവ് മോഹൻലാൽ ഒരു സൂപ്പർ റിച്ചഡ് ആയിട്ടുള്ളൊരു പയ്യനാണ് പുള്ളിക്കാരൻ. എന്താ പറയുക, പുള്ളിക്കാരനെ ഹോണ്ട് ചെയ്യുന്ന ഒരു ചില സംഭവങ്ങളാണ് ഇതിൽ നടക്കുന്നത്. ആ ഒരു വീട് പണ്ടത്തെ പടങ്ങളിൽ കാണുന്ന പോലെയുള്ള കാടിനുള്ളിലുള്ള അങ്ങനത്തെ ഇതൊന്നുമല്ല. പക്ഷെ ഒരു റിച്ചഡ് ആയിട്ടുള്ളൊരു പക്ക ഒരു സൂപ്പർ വീട്. പക്ഷെ ആ വീട്ടിൽ പ്ലേസ് ചെയ്തിരിക്കുന്ന ഓരോ സീനുകളും ശരിക്കും നമ്മൾ അതിലോട്ട് ഇൻവോൾവ് ആയി പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾക്ക് ഫീൽ ചെയ്യുന്നത്. ആ ഒരു അത്രയും മനോഹരമായിട്ട് തന്നെ ചെയ്തു വെച്ചിരിക്കുകയാണ് ഇതിൽ രാഹുൽ സദാശിവൻ. എന്തായാലും വളരെ മനോഹരമായി, എനിക്ക് എന്തായാലും ചിത്രം വളരെ ഇഷ്ടപ്പെട്ടു. നിങ്ങൾ പരമാവധി തിയേറ്ററിൽ തന്നെ പോയി കാണാൻ ശ്രമിക്കുക. ഈ OTT ഇറങ്ങുമ്പോൾ മൊബൈൽ സ്ക്രീനിൽ കണ്ട് ഇതാക്കാതെ പരമാവധി തിയേറ്ററിൽ തന്നെ പോയി കാണാൻ ശ്രമിക്കുക. കാരണം ഇതൊരു മസ്റ്റ് വാച്ച് തിയേറ്റർ എക്സ്പീരിയൻസ്ഡ് മൂവിയാണ്. അതുകൊണ്ട് തന്നെ പരമാവധി തിയേറ്ററിൽ പോയി തന്നെ ഈ പടം എക്സ്പീരിയൻസ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് DS ഇറെ എന്ന പടത്തെക്കുറിച്ചുള്ള എൻ്റെ ഒരു അഭിപ്രായങ്ങൾ. സോ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കുക. അടുത്ത പടത്തിൻ്റെ റിവ്യൂമായിട്ട് നമുക്ക് വീണ്ടും കാണാം. സോ ബൈ.